പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. ആവർത്തന പുസ്തകം 33 അധ്യായം 15 മുതലുള്ള വാക്യങ്ങൾ. പുരാതന പർവ്വതങ്ങളുടെ ശ്രേഷ്ഠ സാധനങ്ങൾ കൊണ്ടും ശാശ്വത ശൈലങ്ങളുടെ വിശിഷ്ട വസ്തുക്കൾ കൊണ്ടും ഭൂമിയിലെ വിശേഷ വസ്തുക്കളും സമൃദ്ധി കൊണ്ടും അവൻ്റെ ദേശം യഹോവയാൽ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. മുൾപ്പടർപ്പിൽ വസിച്ചവൻ്റെ പ്രസാദം ജോസഫിൻ്റെ ശിരസിന്മേലും തൻ്റെ സഹോദരന്മാരിൽ പ്രഭുവായവൻ്റെ നെറുകമേലും വരുമാറാകട്ടെ. ഹല്ലേലൂയ. മോശ തൻ്റെ മരണത്തിനു മുമ്പ് ഇസ്രായേൽ മക്കളെ അനുഗ്രഹിച്ച് ഹല്ലേലൂയ പ്രാർത്ഥിച്ച വാക്യങ്ങളാണ് ഇവ. ജോസഫിനെ 13 വാക്യം മുതൽ അനുഗ്രഹിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. 13 വാക്യം മുതൽ ഭൂമിയിലെ സകല നന്മകൾ കൊണ്ടും സ്വർഗീയ നന്മകൾ കൊണ്ടും ജോസഫിനെ മോശ അനുഗ്രഹിക്കുന്നു. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ദൈവ പൈതലിൻ്റെ തലമുറകളെ അല്ലെങ്കിൽ വരാനുള്ള തലമുറ പോലും അവരുടെ പേര് പറഞ്ഞ് അനുഗ്രഹിക്കും. നോക്ക്, എത്ര വർഷത്തിന് ശേഷമാണ് മോശ അതേ ഗോത്രത്തിൽ വന്നത്. അവൻ തിരിഞ്ഞു നോക്കിയിട്ട് തൻ്റെ ഗോത്രങ്ങളെ അനുഗ്രഹിക്കുന്നു. തൻ്റെ കുടുംബങ്ങളെ അനുഗ്രഹിച്ചിട്ട് പറയുന്നു, യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവൻ്റെ തലമുറ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനായിരിക്കും. ജോസഫിനെക്കുറിച്ച് ഒത്തിരി നന്മകൾ പറയാനുണ്ട്. എന്നാൽ ഇവിടെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയ ചില വാക്യങ്ങൾ മാത്രം നാം ഇന്ന് പകൽക്കാലം ധ്യാനിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ജോസഫിനെക്കുറിച്ച് മോശ പറയുന്നു, അവനെ വിശിഷ്ട വസ്തുക്കളെ കൊണ്ട് ഞാൻ അനുഗ്രഹിക്കും. ആകാശത്തിലെ ഭൂമിയിലെ പർവ്വതങ്ങളിലെ വിശിഷ്ട വസ്തുക്കൾ, വിലയേറിയ വസ്തുക്കൾ, ശ്രേഷ്ഠമായ ഈ ഭൂമിയുടെ പ്രഷ്യസായിട്ടുള്ള സാധനങ്ങളെ കൊണ്ട് ഞാൻ അവനെ അനുഗ്രഹിക്കും. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പൈതലേ, ദൈവം നിന്നെ വിളിച്ചപ്പോൾ, ഈ ഭൂമിയിൽ ദൈവം നിന്നെ ആക്കിയപ്പോൾ, ഈ ഭൂമിക്കകത്തുള്ള നന്മകൾ നിനക്ക് അവകാശമായി തരും. ഈ ഭൂമിയിലാണോ ദൈവം നിങ്ങളെ ആക്കിയിരിക്കുന്നത്? ഇവിടെ വേണ്ടുന്നതൊക്കെ തരാൻ എൻ്റെ കർത്താവ് വിശ്വസ്തനത്രേ. ഇന്ന് രാവിലെ നമുക്ക് അത് ധൈര്യപൂർവ്വം വിളിച്ചു പറയാം. വിശ്വാസത്തോടുകൂടെ നമുക്കതിനെ ഏറ്റെടുക്കാം. നിങ്ങൾ വായിച്ചു നോക്കിയിട്ട് 13 മുതലുള്ള ഓരോ വാക്യത്തിലും പരിശുദ്ധാത്മാവ് പറയുന്നത് ഹല്ലേലൂയ പല വിശിഷ്ട വസ്തുക്കളെക്കുറിച്ചാണ്. ആകാശത്തിലെ വിശിഷ്ട വസ്തു, അഗാധത്തിലെ ശ്രേഷ്ഠഫലം, ഹല്ലേലൂയ സൂര്യനാൽ ഉണ്ടാകുന്ന വിശേഷഫലം, പ്രതിമാസ ചന്ദ്രനാൽ ഉളവാകുന്ന വിശിഷ്ടഫലം, പർവ്വതങ്ങളുടെ ശ്രേഷ്ഠ സാധനങ്ങൾ, അങ്ങനെ ഈ ഭൂമിയിൽ കാണുന്ന എല്ലാ നല്ല ദാനങ്ങളെ കൊണ്ടും ദൈവം നിങ്ങളെ അലങ്കരിക്കും. നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടത്, നിങ്ങൾക്ക് ഉടുക്കാൻ വേണ്ടത്, ഭക്ഷിക്കാൻ വേണ്ടത്, ഹല്ലേലൂയ നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടത് എല്ലാം തരാൻ എൻ്റെ കർത്താവ് വിശ്വസ്തനാണ്. ജോസഫിനെ അങ്ങനെ അനുഗ്രഹിച്ചെങ്കിൽ നമ്മെ ഓരോരുത്തരെയും യേശുവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട നമ്മെയും ദൈവം അതിനേക്കാട്ടിലും ശ്രേഷ്ഠമായി അലങ്കരിക്കും. ഈ പകൽക്കാലം വിശ്വാസത്തോടുകൂടെ ഏറ്റു പറയുമോ? നിങ്ങളുടെ വീട്ടിനകത്ത് നിന്നുകൊണ്ട് ഒന്ന് വിളിച്ചു പറയുമോ? എന്നെ വിശിഷ്ട വസ്തുക്കളെ കൊണ്ട്, ശ്രേഷ്ഠമായ സാധനങ്ങളെ കൊണ്ട്, മൃഷ്ടാന്നമായ നല്ല ആഹാരത്തെ കൊണ്ട് എന്നെ അലങ്കരിപ്പാൻ എൻ്റെ ദൈവം വിശ്വസ്തനത്രേ. അവൻ നീതിമാനെ പട്ടിണിക്ക് കിടത്തത്തില്ല, നീതിമാനെ തുണയില്ലാതെ ഇരിക്കത്തില്ല, അവൻ്റെ മക്കൾ അപ്പത്തിന് ഇരക്കത്തില്ല. ഇതൊക്കെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് വിളിച്ചു പറയണം. എൻ്റെ കർത്താവ് ഹല്ലേലൂയ അങ്ങനെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. എല്ലാവിധ നന്മകളാലും നിങ്ങളുടെ ജീവന് വേണ്ടത് എല്ലാം തരും. ഇത് ജീവന് വേണ്ടി മാത്രമല്ല, തിമോഥെയോസിനോട് പറഞ്ഞപ്പോൾ ജീവനും ഭക്തിക്കും വേണ്ടത് തരും. 16 വാക്യത്തിൻ്റെ ആംപ്ലിഫൈഡ് ട്രാൻസ്ലേഷൻ നിങ്ങൾ വായിക്കുമ്പോൾ അതിനകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള സാധനവും അതിൻ്റെ നിറവും ദൈവം നിങ്ങൾക്ക് തരും. എന്നിട്ട് തുടർന്ന് പറയുന്നു, ഹല്ലേലൂയ മുൾപ്പടർപ്പിൽ വസിച്ച ദൈവം, ഞാൻ മുൾപ്പടർപ്പിൽ തിരിച്ചറിഞ്ഞ എൻ്റെ കർത്താവ് അവൻ്റെ ഫേവർ കൊണ്ട്, അവൻ്റെ പ്രീതി കൊണ്ട്, അവൻ്റെ ഗുഡ് വില്ല് കൊണ്ട്, അവൻ്റെ നല്ല പേര് കൊണ്ട് നിങ്ങളെ അലങ്കരിക്കും. ഹല്ലേലൂയ. അതിൻ്റെ അർത്ഥം ഈ ഭൂമിയിലെ നന്മ മാത്രമല്ല ദൈവം തരുന്നത്, നിത്യതയ്ക്ക് വേണ്ടതും കർത്താവ് തരും. നിങ്ങളുടെ ഭക്തിക്ക് വേണ്ടതും ദൈവം നിങ്ങൾക്ക് തരും. ദൈവത്തിൻ്റെ പ്രീതി കിട്ടും. ഈ ഭൂമിയിൽ നിങ്ങൾക്കെല്ലാം ഉണ്ട്, ദൈവത്തിൻ്റെ പ്രീതി ഇല്ലെങ്കിലോ കിട്ടിയതൊന്നും പ്രയോജനമല്ല. എന്നാൽ നോക്ക്, ഇവിടെ പരിശുദ്ധാത്മാവ് മോശ മുഖാന്തരം അനുഗ്രഹിക്കുമ്പോൾ
പറഞ്ഞ ഒരു പദമതാ. ദൈവം നിങ്ങൾക്ക് ഈ ഭൂമിയിൽ നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണുന്ന വിശിഷ്ട സാധനങ്ങൾ, ശ്രേഷ്ഠ സാധനങ്ങൾ തരും, നിശ്ചയം. അതിൻ്റെ സമൃദ്ധി തരും, അത് നിശ്ചയം. ആമീൻ എന്ന് പറഞ്ഞ് നമുക്ക് റിസീവ് ചെയ്യാം. 2, അതിനേക്കാട്ടിലും ഉപരി പറയുന്നു, എൻ്റെ കർത്താവിൻ്റെ ഹല്ലേലൂയ, എൻ്റെ കർത്താവിൻ്റെ ഫേവർ, എൻ്റെ കർത്താവിൻ്റെ പ്രീതി നിങ്ങൾക്ക് കിട്ടും. ഇന്ന് പകൽക്കാലം മറ്റെന്തിനേക്കാട്ടിലും ഉപരി അപ്പാ എനിക്ക് അങ്ങയുടെ പ്രീതിയാണ് വേണ്ടത്. 2, അങ്ങയുടെ ഗുഡ് വിൽ, അങ്ങുണ്ടാക്കുന്ന നല്ല പേരാണ് വേണ്ടത്. ഈ ഭൂമിയിൽ പണമുണ്ട്, സമ്പത്തുണ്ട്, സ്ഥാനമുണ്ട്, പക്ഷേ അതിൽ ദൈവത്തിൻ്റെ മുമ്പാകെ ഒരു പേര് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലോ, നിങ്ങൾ മുഖാന്തരം കർത്താവിൻ്റെ പേര് നശിച്ചു പോയാലോ? ഈ പകൽക്കാലം നമുക്ക് ധൈര്യത്തോടെ പറയാം, കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടത് അങ്ങയുടെ പ്രീതിയും അങ്ങയുടെ ആ നല്ല പേരുമാണ്, അങ്ങയുടെ ആ ഗുഡ് വില്ലാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഈ സമൂഹത്തിൻ്റെ നടുവിൽ ഗുഡ് വില്ലുണ്ടോ, ദൈവം നിങ്ങളെ മാനിക്കും. നമുക്ക് പ്രാർത്ഥിച്ച് പറയാം, ജോസഫിനെ അനുഗ്രഹിച്ച ദൈവമേ, ജോസഫിനെ വിശിഷ്ട സാധനങ്ങളും അതിൻ്റെ സമൃദ്ധി കൊണ്ടും അലങ്കരിച്ച ദൈവമേ, അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് നിത്യതയുടെ തുറമുഖത്തെത്തുമ്പോൾ നല്ല ദാസനെ, വിശ്വസ്ത ദാസനെ, കൊള്ളാവുന്നവനെ എന്നൊരു പേര് വിളിക്കുവാൻ ഇടവരുത്തണമേ. അതിനുവേണ്ട കുർബത ഞങ്ങൾക്ക് തരണം. അതിനുള്ള ദൈവത്തിൻ്റെ ഫേവർ ഞങ്ങൾക്ക് വേണം. ഞങ്ങൾക്ക് മറ്റെന്തിനേക്കാട്ടിലും ഉപരി വി നീഡ് യുവർ ഫേവർ. നിൻ്റെ ഫേവർ ഞങ്ങൾക്ക് വേണം. ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഇന്ന് രാവിലെ ഈ വചനം കേട്ടിട്ട്, അല്ല നിങ്ങൾ അല്പനേരം ഇത് നിർത്തിയിട്ട് പ്രാർത്ഥിച്ചാലും കുഴപ്പമില്ല. നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് പറ, കർത്താവേ, എനിക്ക് വേണ്ടത് ഈ ഭൂമിയിലെ നന്മകൾ വേണം. എന്നാൽ അതോടൊപ്പം തന്നെ അപ്പയുടെ ഫേവർ വേണം, അപ്പയുടെ ഗുഡ് വില്ല് വേണം. അതുകൊണ്ട് ഞങ്ങളെ നിറയ്ക്കണം. ഈ കർത്താവ് വിശ്വസ്തനാ, വാക്കുമാറാത്തവനാ. അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലെസ് യു. ആമീൻ, ആമീൻ.